അപ്പോ ഒരുപാട് സന്തോഷം. നമ്മള് ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ 4 പേരും തമ്മിൽ കാണുന്നത്. ആ ഖത്തർ വേൾഡ് കപ്പ് ഫൈനൽ എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്, അല്ലെങ്കിൽ ഖത്തറിലേക്കുള്ള ഒരു യാത്രയാണ് നമുക്കിടയിൽ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കിയത്. ഇന്ന് അതിന്റെ ഫൈനൽ മത്സരം കഴിഞ്ഞിട്ടുള്ള 1-ാം വാർഷികമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും മായാത്ത ഒരു സംഭവമായി അതിന്റെ ഓർമ്മകൾ പലരും ഇങ്ങനെ പോസ്റ്റായിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോ നമ്മുടെയും ഈ ഒരു വർഷത്തിന് മുമ്പുള്ള കൂടിക്കാഴ്ചയും അന്നത്തെ ആ വേൾഡ് കപ്പും പിന്നീട് ഇങ്ങോട്ടുള്ള ആ സൗഹൃദവും ഒക്കെ ഒരു വളരെ കൗതുകകരമാണ്. ആകസ്മികമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. പിന്നെ നമുക്ക് അവിടെ ഉണ്ടായ അനുഭവവും അത് കണ്ട ഒരു ഒരു സ്വാഭാവികമായ നമ്മുടെ ഒരു പ്രതികരണവും ഒക്കെ അടക്കമുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് വെറുതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. എല്ലാവർക്കും അറിയാവുന്ന പേരുകളാണ് നിങ്ങളൊക്കെ, അയ്യൂബക്കയും ഫിറോസും ഡോക്ടർ സമീറും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാന്ന് വെച്ചാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അപ്പോ അയ്യൂബക്ക തന്നെ തുടങ്ങണം. കാരണം അയ്യൂബക്കയുടെ ഒരു ഫോൺ കോൾ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അവിടെ എത്തിക്കുന്നതും ഞങ്ങൾ 3 പേരും കൂടി അവിടെ വരുന്നതും നമ്മൾ മാച്ച് കാണാൻ പോകുന്നതും ഒക്കെ. അതിലൊരുപാട് എന്താ പറയുന്നത്, രസകരവും കൗതുകകരവും വികാരനിർഭരവും ഒക്കെ ആയ ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു തുടങ്ങാം. പിന്നെ അങ്ങനെയാണല്ലോ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഇതൊന്നെന്താന്ന് വെച്ചാൽ ഡോക്ടർ അനിലിനെ പരിചയപ്പെടണം, അയാളൊന്ന് അടുത്ത് കാണണം എന്നുള്ളതായിരുന്നു ആദ്യമുള്ള ആഗ്രഹം. എന്തിനാ വെച്ചാൽ 2 സംഗതി. ഒന്ന്, അയാൾ ചെയ്യുന്ന കുറെ നല്ല കാര്യം. പിന്നെ അതുകൂടാതെ ഇടയ്ക്ക് വരുന്ന 2, പിന്നെ അയാളെ ക്രൂരമായിട്ടുള്ള ആ ചിരി, ഭയങ്കര ക്രൂരമായിട്ടുള്ള. അപ്പൊ ഇത് ഒന്ന് അയാൾ അപ്രീഷിയേറ്റ്, അതുകൂടാതെ 2 നേരിട്ട് തെറി പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ആ ഖത്തർ വേൾഡ് കപ്പിനെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ ഇൻവൈറ്റ് ചെയ്തപ്പോ അത് നിങ്ങളാ നടത്തിയത്. എന്റെ ഒരു ഇൻവിറ്റേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നടത്തിയത് ഫിറോസും സമീറും കൂടിയിട്ടാണ്, പിന്നെ അനിലും കൂടിയിട്ട്. അല്ലാതെ എന്റെ ഭാഗത്ത് നിന്ന് ആകെ ഉണ്ടായിരുന്ന എന്താ വെച്ചാൽ ഒരു ഇനീഷ്യേഷൻ മാത്രമാണ്. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, പിന്നെ ഞാൻ വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും ഒരു 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 എന്താ പറയണ്ട ഒരു കുഴപ്പക്കാരൻ ഞാനായിരിക്കുന്ന. അതിലും വലിയ കുഴപ്പക്കാരുണ്ട് എന്ന് മനസ്സിലായത് ഡോക്ടർ അനിലിനെ കണ്ടപ്പോഴാണ്. അപ്പൊ ഏതായാലും പിന്നെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, എല്ലാം നമ്മള് അതിൽ വലിയ ഒരു എന്താ പറയുക വാഴ്ത്തപ്പെട്ടവരാന്നുള്ള നിലക്കുള്ള പിന്നെ ഒരു നിലക്കായിരുന്നു മുന്നേ കണ്ടിരുന്നത്. അത് മാറിയിട്ട് ഒരു നല്ല എന്താ പറയുക സാധാരണ മനുഷ്യരാന്നുള്ള ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റി. അതുകൂടാതെ ഞാൻ മനസ്സിലാക്കിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു 4 ബന്ധത്തില് പിന്നെ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ആ ഈ ഒരു 3 ദിവസമോ അല്ല 4 ദിവസമോ ഒന്നിച്ച് താമസിക്കല്ല ഒന്നിച്ച് ഇടപഴകിയത് കൊണ്ട് ഒരു ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ്, അത് ഭയങ്കര നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു ട്രസ്റ്റ് ആണ്. ഇപ്പൊ ഞാനും ഫിറോസും ആയാലും, പിന്നെ ഞാനും ഷമീർ ആയാലും, അല്ലെങ്കിൽ ഞാനും ഡോക്ടർ ആയാലും, ആ ഒരു ട്രസ്റ്റ് പിന്നെ എന്താ പറയണത്, നമുക്ക് ഇതെങ്ങനെ മറ്റുള്ള പിന്നെ സൊസൈറ്റിയിൽ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കേണ്ടത്. എന്നുവെച്ചാൽ അത്രയും ഒരു ഭയങ്കര ഒരു ബോണ്ടാണ് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു, അല്ലാതെ വേറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, പ്രതീക്ഷയൊന്നുമില്ല ആർക്കും. പക്ഷെ എന്നാൽ പോലും ആ ഒരു ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. പിന്നെ ഫിറോസിനെ പോലെയുള്ള വലിയ മനുഷ്യന്മാര് നമ്മളെ കൂടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അപ്പൊ ഏതായാലും ഇതിനൊരു കാരണം അനിൽ എന്നുള്ളതും ജംഗ്ഷൻ ആക്കിനെ നമ്മൾ ആദ്യം അപ്രീഷിയേറ്റ്, അതെന്നും നിലനിൽക്കട്ടെ. അത് ഒരു സമൂഹ നന്മക്ക് വേണ്ടിയിട്ട് ഒരു പിന്നെ നമ്മളൊക്കെ മനസ്സിലാഗ്രഹിക്കുന്ന സംഗതികൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചാനലായിട്ട് എന്ന് തീരട്ടെ എന്നുള്ള നമ്മൾ ആഗ്രഹം. ഫിറോസ് ആദ്യം ലോകകപ്പ് കാണാൻ വരുന്നില്ല എന്നുള്ള ഒരു മൂഡിലായിരുന്നു. പക്ഷേ പിന്നെ പുള്ളിക്ക് ലോകകപ്പ് കാണാൻ വരില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. വരില്ല എന്ന് നിർബന്ധമായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാന് 2018 വേൾഡ് കപ്പിന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. അപ്പൊ 2022 വേൾഡ് കപ്പ് ഒരിക്കലും കാണാൻ വരില്ല, അത് ഞാൻ എന്നോ വിചാരിച്ചതാണ്. കാരണം ഖത്തറില് മലയാളികളുടെ ഒരു ബഹളമായിരിക്കും, അതിന്റെ ഇടയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാദർ മരിച്ചത് ഓഗസ്റ്റിലാണ്. അപ്പൊ എന്താണെങ്കിലും ഈ കൊല്ലം ഇനി പോകില്ല എന്ന് ഉറച്ചും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെമി ഫൈനലിൽ ഞങ്ങൾ കാണുന്നത് ഞാനും അനിലും ഒരുമിച്ചിരുന്നാണ് കാണുന്നത്. അപ്പൊ ആ രാത്രിയിൽ ഞാൻ വിചാരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു, പോകണമെന്ന് ആഗ്രഹിച്ചു. കാരണം സെമിയിൽ വരുന്ന അർജന്റീനയാണ്. അപ്പൊ പിന്നെ ഡെഫിനറ്റ് ആയിട്ടും മെസ്സി നമ്മുടെ ആരാധന പുരുഷനാണ്. അതിലപ്പുറം ഒരു ഫുട്ബോൾ മന്ത്രിനെ ഞാൻ കണ്ടിട്ടില്ല. മറഡോണയുടെ പ്രൈം ടൈമിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 പേരിൽ ഒരാള്
ഡീഗോ മറോണ ആയിരുന്നു. പക്ഷെ പ്രൈം ടൈമിൽ കളി കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മള് എന്താ റെക്കോർഡിംഗ് ഒക്കെ എടുത്ത് കാണലൊക്കെ ചെയ്യുന്നത്. അപ്പം മെസ്സി വന്നത് കൊണ്ട് എന്നാൽ ഇൻഷാല്ല പോകണം എന്ന് ഉറച്ച് തീരുമാനിച്ച് ആ രാത്രിയാണ് അനിലും ഞാനും തീരുമാനിക്കുന്നത് പോകാമെന്ന്. അങ്ങനെ അനില് അയ്യൂബ്ക്കാരുടെ കാര്യം മുന്നേ പറയുന്നുണ്ടായിരുന്നു. അയ്യൂബ്ക്ക അവിടെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്യും, ടിക്കറ്റ് ഒക്കെ റെഡിയാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നാ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടർ സമീർ പിന്നെ ഏത് സമയത്തും എന്ത് കാര്യത്തിനും എവർ റെഡിയാണ്. പ്രത്യേകിച്ച് യാതൊരു പ്ലാനിങ്ങും വർക്കപ്പ് ഒന്നും വേണ്ടാതെ 24 hours റെഡി ആയിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് പുള്ളിനെ വിളിച്ചു, പുള്ളി റെഡി മണി. അങ്ങനെയാണ് തീരുമാനം എടുത്തത്. പിന്നെ അയ്യൂബ്ക്ക ഞാൻ എന്താ പറയാ, നമുക്ക് പരിചയക്കുറവുള്ള ഒരാളെടുത്ത് പോവുക പറയുന്നത്, അവരുടെ ഒരു പരിചയക്കുറവുള്ള ആളെ ഹോസ്റ്റായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ആം വെരി കംഫർട്ടബിൾ. ബട്ട് ഒരു പരിചയക്കുറവുള്ള ഒരാളെ ആയിട്ട് ഗസ്റ്റ് ആയിട്ട് പോവാന്ന് പറയുന്നത് എനിക്ക് ഡിസ്കംഫർട്ട് ആയിരുന്നു. എന്നെക്കാൾ ഡിസ്കംഫർട്ട് ആയിരുന്നു സമീർ സാറിന്. അയ്യൂബ്ക്ക നമുക്കൊരു പരിചയമില്ലല്ലോ, എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുക എന്ന ചിന്തയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങള് ഖത്തർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ആ എല്ലാ ബാരിയേഴ്സും ബ്രേക്ക് ചെയ്തുകൊണ്ട്, എല്ലാ സ്ട്രേഞ്ച് ഫീലും ബ്രേക്ക് ചെയ്തുകൊണ്ട് അയ്യൂബ്ക്ക എന്താ പറയാ, എത്രയോ കൊല്ലങ്ങളിലും കണ്ട് പരിചയവും അടുപ്പമുള്ള ഒരു ഫീലാണ് അയ്യൂബ്ക്ക തന്നത്. ഇപ്പൊ എനിക്കറിയാവുന്നതിൽ ഏറ്റവും ഭംഗിയായി സംസാരിക്കുന്നത്, ഏത് വിഷയവും ദാരിദ്ര്യം ഇല്ലാതെ അടിച്ചു വിടുന്ന ആളാണില്ല. ആ അനിലിനെ പോലെ നിശബ്ദനാക്കിക്കൊണ്ട് അയ്യൂബ്ക്കയുടെ ഒരു തേരോട്ടമായിരുന്നു ആ രാത്രി. അയ്യൂബ്ക്കയുടെ ടോപ്പിക്കൽ എന്ന് പറയുന്നത് ഇസ്രായേൽ മുതൽ ആമസോൺ ഫോറസ്റ്റ് വരെയും ന്യൂസിലാൻഡ് പോലെ പെറു വരെയായിരുന്നു. അയ്യൂബ്ക്ക ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു, പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഊടും പാവും നെയ്യാൻ വേണ്ടിയിട്ട് അയ്യൂബ്ക്ക എന്തൊക്കെയൊക്കെയോ മരുന്നുകൾ അപ്പൊ തന്നെ പ്രയോഗിച്ചു. ആ രാത്രി തന്നെ എത്രയോ കൊല്ലങ്ങൾ പഴക്കമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായ പോലത്തെ ഫീലാണ് ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങാൻ പോയത്. അങ്ങനെ ഒരു മാസ്മരികമായ ഒരു അടുപ്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാന് ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ള ഒരാൾക്കും പറ്റിയിട്ടില്ല. കാരണം ഒരു 2 മണിക്കൂറിനുള്ളില് നമ്മൾ എത്രയോ നാളുകളായിട്ട് അടുപ്പത്തിലുള്ള ഒരു ഫീലാണ് അയ്യൂബ്ക്ക എന്നൊരാൾ. അപ്പൊ അതിനകത്ത് എന്റെ കോൺട്രിബ്യൂഷനും അനിലിന്റെ കോൺട്രിബ്യൂഷനും സാറിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ മിനിമൽ ആയിരുന്നു. അത് അയ്യൂബ്ക്കയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു തേരോട്ടമായിരുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് മറ്റുള്ളവരെ ഒന്നും പറയാൻ വിട്ടിട്ടില്ല. എന്താ വെച്ചാൽ പറയാൻ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. അല്ല, ഞങ്ങളത് ഭയങ്കര എന്റർടൈൻഡ് ആയി. കാരണം ചില ആൾക്കാർക്ക് കത്തി തുടങ്ങിയാല് വട്ടായി പോയി. ഞങ്ങക്ക് ഇതങ്ങനെ അല്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയാ, അങ്ങ് കംഫർട്ടബിൾ ആയി. എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ അയ്യൂബ്ക്കയുടെ ആൾക്കാരായി മാറി, അയ്യൂബ്ക്ക ഫാൻസായി മാറി. അത് സത്യം, ഞാൻ പറയുന്നത് ഇറ്റ്സ് ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ആ ലെവലാണ്. അതെനിക്കറിയാം. ഞാൻ ഫിറോസ് പറയുന്നത് ആത്മാർത്ഥമായിട്ടെന്നുള്ള എനിക്കറിയാം. അതുകൂടാതെ സ്റ്റേജിന് വേണ്ടി പറയുന്ന ഒരു കാര്യമേ അല്ല. സമീർ സാറിന് എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു ആക്ച്വലി ഈ പരിപാടി പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഫിറോസിനോട് പറഞ്ഞതാണ്, അങ്ങനെ അനിലിന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അയ്യൂബ്ക്ക വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകും, അനില് അയ്യൂബ്ഖാന്റെ കൂടെ പോകും, കാരണം എനിക്ക് അയ്യൂബ്ഖാനെ അറിയൊന്നുമില്ലല്ലോ. അങ്ങനെ എയർപോർട്ടിലെത്തി അയ്യൂബ്ഖാനെ കണ്ടതോടുകൂടി ആകെ മാറി. ഞാൻ ഫിറോസിനോട് തന്നെ പറഞ്ഞത്, കാരണം നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു ഇഷ്ടോ ഇത്ര പെട്ടെന്ന് ഒരിക്കലും തോന്നൂല. മീൻസ് ഒരാളെ കണ്ടപ്പോ തന്നെ നമുക്ക് ആളെ അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അയ്യൂബ്ഖാന്റെ അത് വേറെ ലെവലായിരുന്നു. അയ്യൂബ്ഖാന്റെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വേർഡ് ചെയ്യുന്നു. അത്രയും വളരെ എന്താ പറയാ, നമ്മളെ യാതൊരു തരത്തിലുള്ളതും അന്ന് ആ ടിക്കറ്റ് സെമി ഫൈനലിന്റെ ടിക്കറ്റ് എടുക്കുമ്പോഴൊക്കെ മൂപ്പര് കൂളായിട്ട് ഇങ്ങനെ, നമുക്ക് ഒരു പ്രതീക്ഷയില്ല ഫൈനൽ കാണാൻ പറ്റുന്നുള്ളൂ അവിടെ എത്തിയിട്ട്. പക്ഷെ മൂപ്പര് കൂളായിട്ടാണ് ടിക്കറ്റ് വേറെ വലിയൊരു ക്വാളിറ്റി അത്. ഏത് ക്രൈസിസിന്റെ മുന്നിലും ഇക്ക വളരെ കൂളായിട്ട്. ഫിറോസെ ടിക്കറ്റ് എപ്പോഴാണ് റെഡി ആവണത്? ഫൈനലിൽ 1 മണിക്കൂർ മുമ്പ്. അത് എന്താ പറയാ, അത് ആത്മവിശ്വാസമാണോ, അമിതമായ ആത്മവിശ്വാസമാണോ, ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇങ്ങനത്തെ ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു 1-2 മാസം കഴിയുമ്പോ പിന്നെ അതങ്ങനെ മെല്ലെ അങ്ങനെ അങ്ങോട്ട് തീരും. മീൻസ് ഓർമ്മ ഒക്കെ അങ്ങോട്ട് മാറും. പക്ഷെ നമ്മളെ ഈ അയ്യൂബ്ഖാനായിട്ടുള്ളത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ
എന്താ പറയുക ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അയ്യൂബ് ഖാന്റെ ഓരോ വിവരങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ അപ്ഡേറ്റ്സും ഭയങ്കര എനിക്ക് വേൾഡ് കപ്പിനെക്കാട്ടിയും ഈ അയ്യൂബ് ഖാനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതാണ് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ഇമ്പ്രസ് കൊല്ലരുത് ചെയ്തത്. സമീർ, നിർത്തിയിട്ട്. അല്ല സീരിയസ് ആയിട്ട് അല്ല ഞാൻ അറിയാലോ, നമ്മളെ സംസാരിക്കണല്ലേ അയ്യൂബ് ഖാനായിട്ടുള്ള. പിന്നെ ഇന്ന് അനിലിനെ നമുക്ക് വർത്താനം പറയാൻ വിടരുത്, അയാൾ കുറെ കാലമായി പറയുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നതേ ഫിറോസെ, നമ്മള് ഇവിടെ നിന്ന് ഇത് കാണാൻ പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഖത്തർ വേൾഡ് കപ്പിനെ കുറിച്ച് ഒരുപാട് ഈ പോസിറ്റീവ് വാർത്തകളെക്കാൾ കൂടുതൽ നെഗറ്റീവ് ന്യൂസസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ പിന്നെ അറബി ലോകത്ത് ഭയങ്കര പ്രശ്നമാണ്, ആർക്കും സ്വാതന്ത്ര്യമില്ല, ഖത്തർ ആദ്യമായിട്ട് ചെയ്യുകയാണ്, ചെറിയ രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അയ്യൂബ് ഖാന്റെ ഹോസ്പിറ്റാലിറ്റി പോലെ ഈ ഖത്തർ വേൾഡ് കപ്പിന്റെ ഹോസ്പിറ്റാലിറ്റി, പ്രത്യേകിച്ച് ഫിറോസ് എനിക്ക് തോന്നുന്നു വിംബിൾഡൺ ഒക്കെ കാണാൻ പോയ ആളാണ് യു എസിലല്ലേ പോയത്, യു കെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത്രയും ഈ ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത ഖത്തറിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു അനുഭവം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഈ അയ്യൂബ് ഖായെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ? വിംബിൾഡൺ ചെറിയ ഇവന്റ് ആണ് ശരിക്കും പറഞ്ഞാല്, അത് വെൽ ഓർഗനൈസ്ഡ് ആണ്, വളരെ പ്രൊഫഷണലി മാനേജ്ഡ് ആണ്. ഖത്തർ വേൾഡ് കപ്പ് അങ്ങനെയല്ല, ലോകം മൊത്തമുള്ള ആൾക്കാര്, ഒരു 150 രാജ്യത്തുള്ള നാഷണാലിറ്റികൾ വന്ന് അറ്റൻഡ് ചെയ്ത ഒരു വലിയ മെഗാ ഇവന്റ് ആണ്. ആ ഇവന്റ് ഇപ്പം ഏത് രാജ്യക്കാരനാണെങ്കിലും അവരെയൊക്കെ ഭംഗിയായിട്ട് ഹോസ്റ്റ് ചെയ്ത് ആ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊഫഷണലിസമാണ് ഖത്തർ എല്ലാ ഭാഗത്തും നടത്തിയത്. ഇപ്പം നമ്മളാണെങ്കിൽ അവിടെ ചെന്നിട്ട് പല നാഷണാലിറ്റി ആൾക്കാരെ കണ്ട്, പലരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തു. അവരൊക്കെ അവിടെ ഒരു ഹോം കൈൻഡ് ഓഫ് ഒരു ഫീലാണ്. അവിടെ പിന്നെ എന്താ പറയാ, വണ്ടിയിൽ ഓടുന്നത് മീൻസ് അവിടെ ബസ് ഫ്രീ ആണ്, ട്രെയിൻ ഫ്രീ ആണ്, എങ്ങോട്ട് മൂവ് ചെയ്താലും ഫ്രീ ആണ്, എവിടെ പോയാലും വെൽക്കമിങ് ആണത്. പള്ളിയിലാണെങ്കിലും പാർക്കിലാണെങ്കിലും എവിടെ ആണെങ്കിലും സ്വന്തം നാട്ടിൽ വന്ന ഒരു ഫീലാണ്. അവർ അത്ര ഫ്രീ ആയിട്ടാണ് റോം അറൗണ്ട് ചെയ്യുന്നത്. 100% സെക്യൂരിറ്റി ആണ്. ഇപ്പം യു കെയിൽ പോലും ആണെങ്കിലും ആ കൈൻഡ് ഓഫ് ഒരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് ഖത്തറിൽ ഇപ്പം ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും രാത്രി 3 മണിയാണെങ്കിലും ഒരു ടെൻഷനും ഒരു ഫീലും സ്ട്രെസ്സും ഇല്ലാതാണ് ജനം സ്വന്തം വീട്ടുമുറ്റത്ത് ഇറങ്ങി നടക്കുന്ന പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഓർഗനൈസേഷൻ, ഇപ്പം 1,00,000 ആൾക്കാരുള്ള സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ 8 മിനിറ്റ് ആയുള്ളൂ. 8 മിനിറ്റ് കൊണ്ട് നമ്മൾ പുറത്തെത്തി. അതേപോലെ അകത്ത് കയറാനും 1,00,000 പേരുള്ള സ്റ്റേഡിയത്തിൽ അകത്ത് കയറാനും നമ്മള് ഒരിടത്തും ഒരു തടസ്സവും ഇല്ലാതെ, നമ്മളെന്താ പറയാ, ഒരു 1000 പേര് 150 പേര് ഇരിക്കുന്ന ഒരു പിന്നെ നമ്മുടെ തിയേറ്റർ ഉണ്ടല്ലോ, മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പോകുന്ന രാഘവത്തോടു കൂടിയാണ് 1,00,000 പേരുള്ള സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തത്. കാരണം ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ എവിടെ ഒന്നും തപ്പേണ്ടി വന്നില്ല. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടും എവിടെയും വോളണ്ടിയേഴ്സ് നിൽക്കുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് വെൽക്കമിങ് ആയിട്ട് നാനാതരം ദേശക്കാരെ അവര് എന്താ പറയാ അങ്ങോട്ട് ഗൈഡ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വളരെ എന്താ പറയാ, അതൊന്നും നമുക്ക് ഒരു അൺപാരലൽ കൈൻഡ് ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ആ കാര്യത്തില്. പിന്നെ അവരുടെ രാജ്യം നമുക്കറിയാം, ചെറിയ രാജ്യമാണ്, പക്ഷെ നിലപാടുകളില് അവർ തരത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല, വെള്ളം ചേർക്കാറില്ല. അത് പൊളിറ്റിക്കൽ ആണെങ്കിലും ഇപ്പൊ സ്പോർട്സിന്റെ കാര്യമാണെങ്കിലും യൂറോപ്പ് മൊത്തം ഒരു അധിക്ഷേപിച്ച് അവിടെ അതില്ല ഇതില്ല അങ്ങനെ ചെയ്യില്ല, അവിടെ ഇസ്ലാമികമായ ഒരു രീതിയാണ്, അതാണ് ഇതാണ്. പക്ഷെ അവരെ കൊണ്ടെല്ലാം പിന്നെ പറയിപ്പിച്ചു, ഫിഫയെ കൊണ്ടും പറയിപ്പിച്ചു, യൂറോപ്പിലെ എല്ലാ നേതാക്കന്മാരോടും പറയിപ്പിച്ചു. ഇത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത ഒരു വേൾഡ് കപ്പ് ലോകത്ത് ഉണ്ടായിട്ടില്ല. കാരണം യൂറോപ്പിന്റെ വിചാരം എന്ന് പറയുന്നത് യൂറോപ്പിനെ അറിയുള്ള പ്രൊഫഷണലിസം, യൂറോപ്പിനെ അറിയുള്ള ഓർഗനൈസേഷൻസ്, മാനേജ്മെന്റ് എന്നൊക്കെയാണ്. അതിനേക്കാളൊക്കെ വെല്ലുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പെർഫോമൻസ് ആണ് ഖത്തർ വേൾഡ് കപ്പ് നടത്തിയെന്ന് യൂറോപ്യൻസും മറ്റു രാജ്യക്കാരും സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് ആ ചെറിയ രാജ്യത്തിന് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ ഫോർ ദ നേഷൻ. സത്യം. സമീർ സാറിന് എന്താ പറയാനുള്ളത്? പിന്നെ അതിന് ബന്ധപ്പെട്ട് ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. എന്താ സംഗതി വെച്ചാൽ, ഇപ്പം സൗദിക്ക് 2034 വേൾഡ് കപ്പ് കിട്ടാനുള്ള ഒരേ ഒരു കാരണം ഖത്തറിന്റെ ആ സക്സസ് ആണ്. അറബ്സിന് അല്ലാതെ ഒരു റീജിയനിലേക്ക് സാധാരണ 10-12 വർഷത്തിന്റെ ഉള്ളിൽ വരില്ല ഒരിക്കലും. അപ്പൊ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ടു ഖത്തർ. സമീർ സാറേ. ഞാന് ഫിറോസ് പറഞ്ഞ ആദ്യം ഞാന് പ്രീ ക്വാർട്ടർ മത്സരത്തിന് ആദ്യം പോയിണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് എയർപോർട്ടൊക്കെ ഭയങ്കര തിരക്കായിരിക്കും,
നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ നോർമലായിട്ട് എത്ര പെട്ടെന്നാണ് ഇറങ്ങിപ്പോയത്. എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ വേൾഡ് കപ്പ് നടക്കണ ഒരു ഫീലേ ഇല്ല. എന്നാൽ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ജനങ്ങളും. അത്രയും ട്രാൻസ്പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ അത്രയും വളരെ മനോഹരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. അയ്യൂബക്ക, എനിക്ക് ഈ ഖത്തറിനെ പറ്റിയിട്ട് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി ഈ കളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ രാവിലെ അനിലിനെയും ഫിറോസിനെയും നമ്മളെ സമീർ ഡോക്ടറെയും കാണും. എന്നിട്ട് അവരെന്താ സപ്പോർട്ട് ചെയ്യുന്നല്ല, അവരെന്താ അതിനെതിരാന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് തീരുമാനം. പിന്നെ അത് ബിൽഡ് ചെയ്യലാണ്. അതിന് കണക്കായിട്ട് ഞാൻ അയ്യൂബക്ക, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം അറേഞ്ച്മെന്റ്സിനെ കുറിച്ചൊക്കെ ഫിറോസ് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇക്ക കാണിച്ച, ഇപ്പൊ നേരത്തെ പറഞ്ഞു വെച്ചെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാവില്ല. അതായത് ഞങ്ങൾ 3 പേരും ഈ മത്സരം കാണാൻ വേണ്ടി ഒട്ടും സമയമില്ലാത്ത ഫിറോസും സമീർ ബാബുവും അടക്കം, എനിക്ക് പിന്നെ കുറച്ച് സമയമുണ്ട്, ഇത് കാണാൻ വന്നിട്ട് എല്ലാം റെഡിയാണെന്ന് പറയുന്ന അയ്യൂബക്ക ആ പരിപാടിക്ക്, അതായത് ആ ഫൈനൽ തുടങ്ങുന്ന സ്ഥലത്തേക്ക് നമ്മൾ പുറപ്പെടുമ്പോഴും നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഫിറോസ് എന്തായിരുന്നു ഫിറോസ് വിചാരിച്ചത്? അത്രയും ഒരു റിസ്ക് യഥാർത്ഥത്തിൽ നമുക്കത് കാണാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, നാട്ടിൽ നിന്ന് വീട്ടിലെല്ലാരും വിളിച്ചു ചോദിക്കുന്നത് ടിക്കറ്റ് കിട്ടിയോ ഞാൻ പറഞ്ഞ് ടിക്കറ്റ് കിട്ടിയത് എന്ത് പറയും. ചിലയിടത്ത് പറയുന്നത് ടിക്കറ്റ് ഉറപ്പിച്ച് കിട്ടിയിട്ടില്ല, ടിക്കറ്റ് കിട്ടും. കാരണം നമ്മളൊരു സിനിമയ്ക്ക് പോലും ടിക്കറ്റ് ഉറപ്പിക്കാതെ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു വേൾഡ് മെഗാ ഇവന്റിന് ഫൈനലിൽ പോകുമ്പം ടിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു സെർട്ടനിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുമ്പം നമുക്ക് ആക്ച്വലി പറഞ്ഞാല് ഒരു കൈൻഡ് ഓഫ് ഒരു ഡെസ്പറേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇക്കാടെ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആണോ, ലാസ്റ്റ് മൊത്തം ചളമായി ഒരു മിനിറ്റ്. എന്റെ കോൺഫിഡൻസിന്റെ ബേസ് എന്തായിരുന്നു പറഞ്ഞാൽ, എന്റെ അടുത്ത് 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും ഞാൻ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. നമ്മളെ ഏതായാലും അനിലും നിങ്ങളും 3 ആളുണ്ട്, എന്നാലും 2 ആർക്കെങ്കിലും കാണിക്കാന്നുള്ള പറഞ്ഞേ. ഇപ്പൊ ഞങ്ങള് കാണുന്നെങ്കിൽ 3 പേർക്കല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങള് 3 പേരും കൂടി നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഖത്തറിൽ വന്നിട്ട് 2 ടിക്കറ്റ് കൊണ്ട് അങ്ങ് കയറാൻ പറ്റത്തില്ലല്ലോ. ഇല്ല 2 ആളെ കാണിക്കാന്നുള്ള ഇല്ലെങ്കിലും ഞങ്ങളത് ടി വി കണ്ടേനെ. 4 പേരോടെ പുറത്തിരുന്ന് 2 ടിക്കറ്റ് കൈ വെച്ചിട്ട് അപ്പുറത്തെ ഫ്ലാറ്റില് അങ്ങനെയല്ലേ കാണാൻ പറ്റും. ഞങ്ങൾക്ക് എങ്ങനെ കയറാൻ പറ്റും? ഞങ്ങൾ 3 പേര് മാത്രം, അയ്യൂക്ക ഇല്ലാതെ. അല്ല എന്റെ കോൺഫിഡൻസ് അതായിരുന്നു. എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത് 2 ടിക്കറ്റ് ഉണ്ട്, അതെന്തായാലും 2 ആളെ കാണിക്കാം, എന്നാൽ എന്റെ മാനം കാക്കാം, എന്റെ വാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അയ്യൂബക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ലിങ്കേജ് വന്ന ശേഷം പിന്നെ അയ്യൂബക്ക ഇല്ലാതെ ഞങ്ങൾ 3 പേര് മാത്രം സ്റ്റേഡിയത്തിൽ കയറുക, അയ്യൂബക്ക പുറത്ത് നിൽക്കുക, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്റെ മനസ്സിൽ പലതരം കൺഫ്യൂഷൻസ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് അയ്യൂബക്ക അക്കാര്യത്തെ ഫുൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അയ്യൂബക്ക അല്ല, ഞാനത് ഫിറോസിനോട് സംസാരം ചെയ്തു, നമ്മളിത് ഇനി കാണാതെ മടങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ഹോം തിയേറ്ററിൽ കുട്ടികളൊക്കെ ഇരിക്കുക കളി കാണാൻ വേണ്ടിട്ട്. അപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് റെഡിയല്ലേ എന്ന്. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, അപ്പോൾ പോലും ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല, ഇക്ക കൺഫേം ചെയ്യുന്നില്ല. അത് എന്താണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര സുഖമുണ്ട് അത് ആലോചിക്കുമ്പോൾ. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് റിസ്ക് ടേക്കിങ്ങും അതിന്റെ ഒരു ഫീലും അതിന്റെ ഒരു ചെറിയ പെയിനും ഡൗട്ടും ഒക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്നും ഓർമ്മിക്കാവുന്ന എന്താ പറയാ മൊമെന്റ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു മനസ്സിലായി. എന്റെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അടുത്തുള്ള 2 ടിക്കറ്റ് ഞാൻ 2 ആളെ കാണിക്കും, ബാക്കി ഒരാളെ ഞാൻ എന്തെങ്കിലും എന്റെ കഥകൾ പറഞ്ഞിട്ട് എന്റെ കൂടെ ഇരുത്തിയിട്ട് ബിഗ് സ്ക്രീനിന്റെ മുമ്പിൽ ഇരുത്താന്നായിരുന്നു എന്റെ പ്ലാന്. കഥകളൊക്കെ ഒരുമാതിരി കഴിഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും, 2 ദിവസം ആയിരുന്നില്ല. അല്ലല്ല, പിന്നെയും കഥകളുണ്ട്. ഞാനൊരു 55 വർഷമായുള്ള കഥകളുണ്ട്. അതിൽ ഒരു എന്റെ അഭിപ്രായത്തിൽ ഒരു എന്താ പറയണ്ടേ 10 ദിവസത്തെ കഥകളെ കേട്ടിട്ടുള്ളൂ നിങ്ങൾ. നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു സംഗതി കിട്ടിയത് ആ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അവിടെ വരെ പോകാൻ കഴിയുന്ന ഒരു സുഹൃത്തിന്റെ വണ്ടിയിൽ കിട്ടിയത് ഒരു ഭയങ്കര സംഗതിയായിരുന്നു. ഹക്കീം നമ്മളെ ഫ്രണ്ട് തൊട്ട് നെക്സ്റ്റ് അല്ലേ അവരുടെ ഫ്ലാറ്റ്, സ്റ്റേഡിയത്തിന്റെ നെക്സ്റ്റ് ബിൽഡിംഗ് അവരുടെ ഫ്ലാറ്റാ. അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ആക്സസ് കിട്ടിയത് അത് വലിയൊരു ഗുണമായിരുന്നു. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ക്ഷമ ഉണ്ട്, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല അത് കറക്റ്റ് ആണ്. റിസ്ക് ഇപ്പൊ എടുക്കാം, പക്ഷെ അത് കാൽക്കുലേറ്റഡ് റിസ്ക് അല്ലെങ്കിൽ ചിലപ്പോ കയ്യിൽ നിന്ന് പോയി പോകും. കാരണം ഇതൊരു വലിയ ഇവന്റ് ആണ്. കാരണം
ഞങ്ങൾ വരുന്നത് എന്തിനാണ്? മെസ്സിയുടെ മാജിക് കാണാൻ വേണ്ടിയാണ് വരുന്നത്. അത് നേരിട്ട് കണ്ടല്ലോ, കാണാൻ. സന്തോഷിച്ചല്ലോ നിങ്ങള് നമ്മളെ ഫ്രാൻസിനെ അപ്പൊ തോപ്പിച്ചിട്ട്. ഇപ്പൊ നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫിന്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ് ആ കാണാൻ പറ്റിയത്, വേൾഡ് കപ്പ് കാണാൻ പറ്റിയത്. ഭയങ്കരമായ കാര്യമൊന്നും അല്ലെങ്കിലും നമുക്കൊരു ഒരു ഒരു എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന, എന്ന് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറെ മൊമെന്റ്സ് തന്ന സ്റ്റേഡിയമാണിത്. അപ്പൊ അത് മിസ്സായി പോകുമ്പോൾ എന്നുള്ളൊരു ഫീലും ഒരു ടെൻഷനും ഒരു പെയിനും ഒക്കെ ഞങ്ങൾക്ക് ആ യാത്രയിൽ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു 99% ഞങ്ങൾ അകത്ത് കയറും, എന്നാലും ചിലപ്പോ കിട്ടിയില്ലെങ്കിലോ എന്നൊരു. ഏതായാലും പിന്നെ അതൊരു നല്ല തുടക്കമായിരുന്നു. അതിനുശേഷമാണ് ഫിറോസെ അതല്ല, ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മളിപ്പോ സ്റ്റേഡിയത്തിൽ എത്തി, അതിനുശേഷം നമ്മൾ കണ്ട ആ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈനൽ മത്സരത്തിന്റെ ഒരു ത്രില്ല്, അല്ലെങ്കിൽ അതിന്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചെന്നെ അറിയണം. അല്ല അത് എത്രത്തോളം എന്ന് പറയുന്നത് ആ സ്റ്റേഡിയത്തിനകത്തുള്ള എൻവയൺമെന്റ് ഒരു കൈൻഡ് ഓഫ് ഒരു ഇലക്ട്രിഫൈങ് എൻവയൺമെന്റ് ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഫീൽ അതിന് മുന്നേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം 1,00,000 പേര്, പല രാജ്യക്കാര്, അവരുടെ ആർപ്പുവിളികളും അവരുടെ ഡ്രസ്സും അവരുടെ എന്താ പറയാ പിന്നെ അപ്രോച്ചും ഒക്കെ കാണുന്നത് നമ്മളെന്താ പറയാ, നമ്മൾ വേറെ ലോകത്തേക്ക് അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എൻവയൺമെന്റ്, ആ അറ്റ്മോസ്ഫിയർ. പിന്നെ അവരുടെ ക്ലോസിംഗ് സെറമണി ഇവന്റ്സ്, അതും ലൈഫിൽ കാണിട്ടില്ല, അത്ര ഭംഗിയായിട്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് വേറെ ലെവലിലേക്ക് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്ത പോലൊരു ഫീൽ ആയിരുന്നു സ്റ്റേഡിയത്തിനകത്ത് എൻ്റർ ചെയ്തപ്പോൾ. അതുവരെ ഉള്ള ലൈഫല്ല പിന്നുണ്ടായിരുന്ന 2 hours ലൈഫ്. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, അനുഭവിച്ച് തന്നെ അറിയണമെന്ന ഫീലുള്ള ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തത്. പിന്നെ നമ്മൾ മെസ്സിയെ ഒക്കെ അടുത്ത് നേരിട്ട് കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മളെന്താ പറയാ, അവിടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്റ്റസി. ആ എക്സ്റ്റസി എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളെ സന്തോഷത്തിന് കാരണമായത് ഞാൻ ഇപ്പം വിശ്വസിക്കുന്ന എംബാപ്പയും ഫ്രാൻസും മോശമായി കളിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലല്ല, എംബാപ്പ മോശമായി കളിച്ചിട്ടില്ല, എംബാപ്പ നന്നായിട്ട് കളിച്ചു. 80 മിനിറ്റ് എംബാപ്പെ ചിത്രത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ പിന്നുള്ള 10 മിനിറ്റില് ലോകം മറക്കാനാവാത്ത തരത്തില് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചരിത്രമാക്കി കളഞ്ഞു. 80 മിനിറ്റ് എംബാപ്പെ ചിത്രത്തിലില്ലായിരുന്നു. നമ്മൾ എവിടെ എംബാപ്പെ കാണുന്നില്ല അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ടാക്ടിക്കൽ മൂവ് ആളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടില്ല. ചില ബോൾ വരുന്നു, പാസ് ചെയ്ത് പോകുന്നു, ബോൾ വരുന്നു, പാസ് ചെയ്ത് പോകുന്നു. പക്ഷെ 80 മുതൽ 90 മിനിറ്റ് വരെ 10 മിനിറ്റുള്ള മാജിക് വേൾഡ് കപ്പ് ഹിസ്റ്ററിയില് അങ്ങനെ ഒരു 10 മിനിറ്റ് ഉണ്ടാവത്തില്ല. ആ രീതിയിൽ പുള്ളി അത് ചരിത്രമാക്കി മാറ്റി. മെസ്സിക്ക് ശേഷം ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആ 10 മിനിറ്റിൽ ലോകത്തോട് മൊത്തം. മാത്രല്ല ആ വേൾഡ് കപ്പ് ഫൈനല് വേറൊരു കൈൻഡ് ഓഫ് ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്തത് എംബാപ്പയുടെ ആ പെർഫോമൻസ് ആണ്. നമ്മളെ അത് ഭയങ്കരമായ ടെൻഷനിലേക്ക് വിട്ട് നമ്മൾ അനുഭവിച്ച ഒരു ടെൻഷൻ, അത്ര വലിയ പിരിമുറുക്കങ്ങൾ ഞാൻ ലാസ്റ്റ് 10 years അനുഭവിച്ചിട്ടുണ്ടാവുന്നില്ല. ആണ് അത്രയും സമയം, ആ ഒരു 10 മിനിറ്റ്, പിന്നെ 30 മിനിറ്റ്, 40 മിനിറ്റ് നമ്മൾ ഫീൽ ചെയ്ത ഒരു ഡെസ്പറേഷൻ, ഫീൽ ചെയ്ത ഒരു പെയിൻ, ഒരു ആങ്സൈറ്റി, ഒരു അൺസർട്ടനിറ്റി, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. കാരണം എന്താ പറയാ, ഭയങ്കര എൻജോയ്മെന്റും പിന്നെ ഭയങ്കര അൺസർട്ടനിറ്റിയും ഭയങ്കര പെയിനും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ. അതായിരുന്നു 2 hours മൊത്തമായി നോക്കുമ്പോൾ. ഫസ്റ്റ് 78 മിനിറ്റ് വരെ നമ്മളങ്ങ് ഉറപ്പിച്ചു കപ്പ് മെസ്സിക്കാണ്, കപ്പ് അർജന്റീനയ്ക്കാണ്. അത് നമ്മൾ മൊത്തത്തിൽ ഉറപ്പിച്ചു. പിന്നെ ഇതെല്ലാം കൂടെ അപ്സൈഡ് ഡൗൺ ആവുക, തല കുത്തി മറിയുക മൊത്തത്തില്. അന്നേരം ഉണ്ടാകുന്ന ഒരു ഡെസ്പറേഷനും പെയിനും ഫീലും സങ്കടവും എന്തെങ്കിലുമൊക്കെ എടുത്ത് ആരെങ്കിലും കയറിയാലൊക്കെ തോന്നിപ്പോന്നൊരു അവസ്ഥയായി. പിന്നെ അതിനൊരു കൃത്യമായ ഒരു സുന്ദരമായ എൻഡിങ്, ഭയങ്കരമായ സൂപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ് മെസ്സിയുടെ ഭാഗത്തൂടെ ഒരു ഗോളായിട്ട് വന്ന് അതിന്റെ ആയുസ് ഉണ്ടായില്ല. അത് പിന്നെയും അവർ ഈക്വലൈസ് ചെയ്ത് പിന്നെ 15 മിനിറ്റ് എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു 15 മിനിറ്റ് പെനാൽറ്റി. അത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള മാനസികമായ സമ്മർദ്ദം പിന്നുള്ള 20 മിനിറ്റ് പെനാൽറ്റിയിൽ അനുഭവിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ എല്ലാ എല്ലാ കാലത്തും ഉണ്ടാകുന്ന എല്ലാ ഫീലിംഗും കൂടി ഈ പറയുന്ന ഒരു 1.5-2 മണിക്കൂറിൽ അങ്ങ് ഒരുപാട് മറ്റൊരു ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ തരം വികാരങ്ങളും, അമിതമായ സന്തോഷം, അമിതമായ ടെൻഷൻ,
സങ്കടം, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം അവിടുന്ന് എണീറ്റ് ഇറങ്ങി ഓടാൻ തോന്നുന്ന ഫീല്, ഇതെല്ലാം ഒരു ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ വികാരങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ആ വികാരങ്ങളെല്ലാം ആ ഒരു 2 മണിക്കൂർ കൊണ്ട് ശരിക്കും അനുഭവിച്ചു. അത് ശരിക്കും അനുഭവിച്ചു. കാരണം നമ്മള് കയ്യിൽ കിട്ടിയ കപ്പ് കയ്യിൽ നിന്ന് പോയെന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നം, ആ സങ്കടവും അന്നേരം ഞാനിങ്ങനെ ആനന്ദിക്കുകയായിരുന്നു ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഇക്കാര്യം മാനസികമായിട്ട് മെസ്സിക്ക് കിട്ടാനും അതിന് കിട്ടാൻ തന്നെ ആഗ്രഹിച്ച ആളാണ്. പിന്നെ നമ്മള് നിന്നത് എവിടെയാണ്? ഇപ്പൊ നമ്മുടെ സൗഹൃദത്തിന് ഡിസ്കഷൻ ഒരു ചൂരും പകരാൻ വേണ്ടിയിട്ടാണ് ഫ്രാൻസ് 6-1 ജയിക്കുമെന്നൊക്കെ അടിച്ചു വിട്ടത്. അയ്യോ, സത്യമാണ്, 6-1 എന്റെ പ്രഡിക്ഷൻ. അത് അടിച്ചു വിട്ടത് നമ്മുടെ ഡിസ്കഷന് പറ്റുന്നത്ര ഒരു സ്പിരിറ്റും ഫീലും സ്പ്ലെൻഡറും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സമീർ ഡോക്ടറെ, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് അനുഭവിച്ച ആ യാത്ര രാത്രിയിലെ അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. എല്ലാരും ഫോൺ ഓഫായി. നമ്മുടെ ഇത്രയും കൊല്ലത്തില് നമ്മുടെ 3 പേരുടെ ഫോൺ അങ്ങ് ഓഫായി പോകുന്ന പറയുന്നത് അപൂർവമായ സംഭവമാണ്. അതിനകത്തുനിന്ന് വീഡിയോ എടുത്ത് ആൾക്കാരെ വിളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നത് മൊത്തം ചെയ്തിട്ട് നമ്മുടെ മൊത്തം, കാരണം എന്താ പറയാ, അപ്പം ഫോണല്ല ഓഫായ പിന്നെ നമ്മൾ ഒന്നും അല്ലാത്ത അവസ്ഥയായി മാറുമല്ലോ. വേറൊരു അയ്യൂബൊക്കെ വേറെ എവിടെ ഇരിക്കുകയാണ്, നമ്മുടെ വണ്ടി വേറെ എവിടെയാണ്, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യൂബ് വേഗം സ്കൂട്ടായി. അല്ല, നമ്മളെ കിട്ടുന്നില്ല. അല്ല, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു പിന്നെ നമ്മളൊരു ഗാദറിംഗ് പോയിന്റ് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ 3 പേര് മീറ്റ് ചെയ്തു. അവിടെ ഞങ്ങൾ 3 പേര് മീറ്റ് ചെയ്തു. ഞാൻ ഒഴിച്ച് എനിക്ക് മനസ്സിലായി. ഇക്കായി എത്താൻ പറ്റിയില്ല. ഇക്ക സർട്ടനിറ്റി ഉള്ള അൺസർട്ടനിറ്റി ഉള്ള ഒരു മനുഷ്യനാ. എന്ത് സംഭവിക്കാം, അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മളൊന്നും കഴിച്ചിട്ടുമില്ല. നമ്മളെ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അന്ന് എനിക്ക് വിശപ്പൊന്നും തോന്നിയില്ല. അന്ന് വയറ് നിറഞ്ഞല്ലോ മറ്റേ മെസ്സിന്റെ ആണ് 100%. അന്ന് അങ്ങനെ എനിക്ക് എന്താ പറയാ, അങ്ങനെ ദാഹമോ വിശപ്പോ ഒന്നും തോന്നിയില്ല. നമ്മളൊരു 3-3:30 മണിയായി എന്തായി കഴിച്ചപ്പോ രാത്രിയില് വെളുപ്പിനെ, അല്ലേ? 5-6 കിലോമീറ്റർ നമ്മൾ നടന്നു കാണും സമീർ ഡോക്ടറെ. 3 വണ്ടിയില്ല, എന്ത് ചെയ്യും? അല്ല, മെട്രോ കിട്ടിയിട്ടും പിന്നെ നമ്മള് ടാക്സി വിളിച്ച് എങ്ങോട്ടോ പോയി. എവിടേക്കോ ടാക്സി കൊണ്ട് പോയി അവര്. നമ്മളൊരു ഹോട്ടല് പറഞ്ഞു കൊടുത്തത്. അന്ന് ആ ജയിച്ച ടീമിനെ കാത്ത റോഡിൽ ഇരുവശങ്ങളിലും ആളുകൾ ഇങ്ങനെ ആർപ്പ് വിളിച്ചോണ്ട് നിൽക്കുന്നു രാത്രി 2:30. ഓർമ്മയുണ്ടോ? 2:30. അന്ന് അവരുടെ നാഷണൽ ഡേ കണ്ടാണ് ഖത്തറിന്റെ. അല്ല, പല രാജ്യക്കാരാണ് ഇരുവശങ്ങളിൽ നിൽക്കുന്നത്. ഈ ജയിച്ച ടീം ട്രോഫിയുമായിട്ട് ഇറങ്ങുന്ന കാണാൻ വേണ്ടിട്ട്. ഈ കളി കണ്ട ശേഷം പിന്നെ 2-3 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യുക അവിടെ. അവരുണ്ടാക്കിയ ഒരു ക്രൗഡും അവരുണ്ടാക്കിയ ഒരു ബ്ലോക്കും നമുക്ക് എന്താ പറയാ, പോകാൻ പറ്റാത്ത ഒരവസ്ഥയാക്കി. കാരണം 2 റോഡും 2 വശങ്ങളും അവർ ബ്ലോക്ക് ചെയ്തല്ലോ, ഈ ടീമിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ജനത്തിന്റെ ഇതുകൊണ്ട്. ക്രൗഡ് മാനേജ്മെന്റ് ഭയങ്കരമായിരുന്നു. എന്താ വെച്ചാൽ ഒരു സ്ഥലത്തും നമുക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതിനകത്ത് ഫൈനല് കഴിഞ്ഞിട്ട് പിന്നെ അവർ ജനത്തിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു. ഫൈനല് കഴിഞ്ഞിട്ട് ഇവര് പിരിഞ്ഞു പോകുന്നില്ല. മെസ്സിയെയും ടീമിനെയും കാണാൻ വേണ്ടി പുറത്ത് നിൽക്കുക, ടീം ബസ് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക. അവരുണ്ടാക്കിയ ഒരു ബ്ലോക്കിൽ നമ്മൾ പെട്ടുപോയി. അപ്പൊ നമുക്ക് അയ്യൂബ് ഖാനെ പോലത്തെ ഒരു എന്താ പറയാ സൗഹൃദം കിട്ടിയതില് വളരെയധികം അഭിമാനമുണ്ട്. അങ്ങനെ മറക്കാനാവാത്ത ഒരു വേൾഡ് കപ്പ് ഖത്തർ ഫൈനലായിരുന്നു. ഇനി നമുക്ക് 2034 അല്ലേ വേണം, നമുക്ക് 2026 വേണമെങ്കിൽ നോക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറെ ഒന്നുണ്ട്, 2026 ഒരു പ്രശ്നം എന്ന് പറയണമെങ്കിൽ ഒരു കളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കളിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത മെക്സിക്കോക്കോ അല്ലെങ്കിൽ കാനഡയ്ക്കോ പോകണം. ഖത്തറിലെ മാതിരി ഒന്ന് കേറിയിരുന്ന് കണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതല്ല അവിടെ. ഈ സൗദി മാക്സിമം ദൂരം 10 കിലോമീറ്റർ ഉള്ളൂ. സൗദിയിൽ ഇനി പറ്റുകയാണെങ്കിൽ ഉണ്ടാവും അറിയാം. അങ്ങനെയല്ലല്ലോ, 600-800-1000 കിലോമീറ്റർ മാറ്റം ഉണ്ടാവും ഓരോ സ്റ്റേഡിയത്തിന്. ഖത്തർ പോലെ വേൾഡ് കപ്പ് ലോകത്ത് ഒരിക്കലും എവിടെയും ഉണ്ടാവില്ല. കാരണം എല്ലാ കളികളും ഖത്തറെല്ലാം അല്ലെങ്കിൽ ഫുട്ബോളിന്റെ എല്ലാ ഒഫീഷ്യൽസും കണ്ട കളി ഒരേ ഒരു വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പ് ആയിരിക്കും.
വേൾഡ് കപ്പിന്റെ എല്ലാ ഒഫീഷ്യൽസും എല്ലാ ഇമ്പോർട്ടന്റ് ആൾക്കാർക്കും എല്ലാ കളിയും ഫിസിക്കലായിട്ട് പോയി കാണാൻ പറ്റുന്ന വേൾഡ് കപ്പ് ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പൊ മുന്നേ ഉള്ള റഷ്യയിലായിരുന്നു. റഷ്യ 16 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ്. ഇന്ത്യ 3 മില്യൺ സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അത്ര വലിപ്പമുള്ള സൈസബിൾ കൺട്രിയിൽ ഒരിടത്ത് നടക്കുമ്പം ഒന്ന് നടക്കുന്ന മറ്റേടത്താ. ഒരിക്കലും 2 സെമി ഫൈനൽ പോലും കാണാൻ പറ്റത്തില്ല. ഇന്നത്തെ സെമി ഫൈനൽ ഇന്നാണല്ലോ 2 സെമി ഫൈനൽ. ഖത്തറിലത് പറ്റും. ഈ സെമി ഫൈനലും കണ്ട് അടുത്ത സെമി ഫൈനൽ നെക്സ്റ്റ് ഡേ അടുത്ത സെമി ഫൈനലും കാണാം. പിന്നെ വേറൊന്നുള്ളത് എന്താ വെച്ചാൽ ഖത്തർ വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ല. സാധാരണ ഫാൻസിന്റെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ട്, അതുപോലും ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തത് അതെനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് സ്റ്റേഡിയത്തിൽ ആൽക്കോള് നിരോധിച്ചുകൊണ്ടായിരിക്കണം. രണ്ടാമത്തത് പിന്നെ വേറൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഖത്തർ വേൾഡ് കപ്പിന് നെഗറ്റീവ് മെന്റാലിറ്റി ആയിട്ട് വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നവർ വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ സംഗതിയൊക്കെ കഴിഞ്ഞു പോകുന്നവരും നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയണത് പിന്നെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥ, അതൊന്നും ഖത്തറിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതേതായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. ഈ ഫിറോസ് പറഞ്ഞതുപോലെ 1 ലക്ഷം ആളുകള് ഈ ബ്രേക്ക് സമയത്ത് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുന്നിടത്ത് പോലും ഒരു തിരക്കില്ല. അതാണ് ഭയങ്കര. നമ്മള് തിയേറ്ററിൽ പോയാലും പോലും യൂറിൻ പാസ് ചെയ്യാൻ ക്യൂ നിൽക്കണം. ഇവിടെ ആർക്കും ഒന്നിനും ക്യൂ നിൽക്കണ്ട. യൂറിൻ പാസ് ചെയ്യാനും ക്യൂ നിൽക്കണ്ട, വെള്ളം വാങ്ങാനും ക്യൂ നിൽക്കണ്ട, ഒന്നിനും വേണ്ട, ഡ്രിങ്ക്സ് വാങ്ങാനും ക്യൂ നിൽക്കണ്ട. ഇത്രയും പേരെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്സും അവര് എല്ലാ കോർണറിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേഡിയത്തിലെ ഈ ആരവത്തോടൊപ്പം ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തോ ഒരു ഈ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസിൽ തന്നെ അത് കൂളാക്കി നിർത്തി എന്നുള്ളത് ശരിയാണ്. അതായത് എന്താ പറയാ, ടെമ്പറേച്ചർ ഒന്നും ഓർമ്മയില്ല. കാരണം ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ കൂടിയും കുറഞ്ഞു ഇടുന്നതുകൊണ്ട് 90 കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തമ്മി പറയുന്നുണ്ട്, പോയടാ പോയി ഇനി നോക്കാം. കൈ കിട്ടിയ കാര്യം പോയി പോകുമ്പോഴുള്ള ഫീലും പെയിനും ഭയങ്കര എന്താ പറയാ, ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അയ്യൂബക്ക വൈൻഡപ്പ് ഫിറോസും അയ്യൂബക്കായുടെ നിങ്ങൾ 3 പേരൂടെ പറഞ്ഞു. ഒന്നുമില്ല, ഏതായാലും പിന്നെ നമുക്ക് എന്താ സംഗതിച്ചാൽ നമ്മളൊക്കെ മേലെ ആരോ നമ്മളെ ഡ്രൈവ് ചെയ്തിട്ട് എവിടെയോ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മള് അനിലിനെയോ അല്ലെങ്കിൽ നമ്മളെ ഫിറോസിനെയോ അല്ലെങ്കിൽ നമ്മളെ സമീറിനെയോ കാണൂല. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു പിന്നെ തീരുമാനമായിരുന്നു നമ്മളവിടെ കൂടിയത്. പിന്നെ ആ തീരുമാനം തന്നെയായിരുന്നു നമ്മളെ ഒരു വിജയത്തിലേക്ക്, ആ കളി കാണുന്നതിലേക്ക് നയിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകും. പിന്നെ ഈ കൂട്ടായ്മകൾ എന്തായാലും എനിക്കറിയാം അനിൽ ഇനീഷ്യേഷൻ എടുത്തിട്ട് നമ്മൾ പല പ്രാവശ്യവും ഈ കൂട്ടായ്മകളൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കി തീർത്തുന്നുണ്ട്. അതെന്താന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷെ അതിന് അനിൽ ഇനിയും മുൻകൈ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സമീർ സാർ, കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ സൗഹൃദം നിലനിന്ന് പോട്ടെ, ഇത്ര മാത്രം തന്നെ പറയാനുള്ളൂ. ഫിറോസ്, ഈ ഫുട്ബോളും ഈ സ്പോർട്സും ഫുട്ബോളും ഒക്കെ ജാതി മത ദേശ വ്യത്യാസമില്ലാതെ മനുഷ്യ സ്നേഹത്തിന് ഉദ്ഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇവന്റ്സുകളാണ്. അപ്പം ഖത്തർ വേൾഡ് കപ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. ലോകത്തിന് ഒത്തുചേരാനും സ്നേഹം പഠിപ്പിക്കാനും മനുഷ്യ സ്നേഹം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മാമാങ്കങ്ങളും ലോകം കൊണ്ടാടുന്നത്. നമുക്കൊരു അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് സൗഹൃദത്തിന്റെ ഒരു പുതിയ മാമാങ്കം കൂടി ഇതിനകത്ത് എന്താ പറയാ തുടങ്ങാൻ സാധിച്ചു. അയ്യൂബക്കായെ പോലെ സ്നേഹത്തിന്റെ ഒരു പ്രഘോഷകനെ, ഒരു പ്രയോക്താവിനെ ഈ ഖത്തർ ഫുട്ബോൾ സമ്മാനിച്ചു. അപ്പം എന്താ പറയാ, ദൈവാനുഗ്രഹം കൊണ്ട് ഫുട്ബോൾ പോലെ ഈ സൗഹൃദത്തിനും വസന്തങ്ങൾ തീരാത്ത ഒരു സൗഹൃദമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം.